കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാസിലോ ടൂൾസിന്റെ ഷാജാന്റെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ വീട് നിങ്ങളെയും കൂടി കാണിക്കുകയാണ് അല്ലേ. ഇതിപ്പോ എത്ര നാളായി പണിതിട്ട്? പുതിയ വീടാണോ? പഴയ വീടിനെ നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അതായത് പഴയ വീട്ടിൽ ശരിക്കും വെന്റിലേഷന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ മെയിൻ കൺസെപ്റ്റ് നാച്ചുറൽ ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ നല്ല വെന്റിലേഷൻ ഉള്ള വീട് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അങ്ങനെയാണ് ഒരു വീട് നല്ല ഭംഗിയില് ലക്സറി ആക്കി വെച്ചിട്ടുണ്ട്. ടൂർ കമ്പനി മാത്രമല്ല, നിങ്ങളുടെ വീടും ലക്സറിയാണ് അല്ലെ, നിങ്ങളുടെ കാറും ലക്സറിയാണ്. ലക്സറി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നില്ല, എന്ന് വെച്ചാല് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. തീർച്ചയായിട്ടും. അപ്പൊ വീട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീടാണ് കേട്ടോ. അതിനു മുമ്പ് ഫാമിലി എനിക്ക് 3 കുട്ടികള്, വൈഫ് സെറ്റിൽഡ് ഇൻ ദുബായിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ ഫയർ ഏരിയ. ഇവിടെ നല്ല ഭംഗിയിൽ വരുന്നവർക്കെല്ലാം വേഗം മുഖമൊക്കെ നോക്കിയിട്ട് അകത്തോട്ട് കയറാം. അതിന് പറ്റിയൊരു സംഗതി ഉണ്ട്. ഇതൊരു പ്രൈവസിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇപ്പുറത്തെ ഒരു പാച്ചിയോ, ദെൻ ഇപ്പുറത്താണ് ബെഡ്റൂംസ് കാര്യങ്ങള്, അതിന്റെ ബാക്കിലോട്ട് കിച്ചൺ, മറ്റുള്ള സംഗതികളും, മുകളിലൊരു കാര്യമുണ്ട്. പാച്ചിയോയിൽ നല്ല ഭംഗിയുള്ള ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് വെരി എയറി. ഇവിടെ ചൂടുണ്ടോ? ഇല്ല, ചൂടില്ല. കാരണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാസ് അങ്ങനെയാണ് 60% ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യും. അതെ. ഏത് ഡിസൈനറാണ് നിങ്ങൾക്ക് ഇങ്ങനെ റീഡിസൈൻ ചെയ്ത് തന്നത്? സുമയ്യ സാലി ആർക്കിടെക്ട്, തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള അവരാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അവര് കുറെ ഇങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഇതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാൻ നല്ല രസമുള്ള ഒരു ഏരിയയാണ് ഈ പാച്ചിയോ. ദെൻ അവിടെ നിന്ന് നമ്മൾക്ക് നേരിട്ട് ഡൈനിങ് ഹാളിലോട്ടൊരു എൻട്രൻസ് ഉണ്ട്. സേഫും ആണ് അല്ലെ, മൊത്തത്തില് കംപ്ലീറ്റ്ലി ഗ്രിൽഡ് ആണല്ലോ. ദെൻ ഇവിടെ ഒരു സൺലൈറ്റിന്റെ സ്ട്രക്ചർ. നമ്മളെ പഴയ സ്റ്റെയർ കേസ് ഏരിയ ആയിരുന്നത് ഇതായിരുന്നു. പഴയ ആ സ്റ്റെയർ കേസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ്. അപ്പൊ നമ്മൾ ആർക്കിടെക്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയക്ക് മാറ്റി. ഈ കളർ പാലറ്റും ടോണൊക്കെ സെലക്ട് ചെയ്ത് അവർ തന്നെയാണോ? തീർച്ചയായും. നമ്മൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് അതിൽ നിന്ന് വന്ന ഒരു ഔട്ട്പുട്ട് ആണ്. നിങ്ങൾ ടൂർ ചെയ്യുന്ന പോലെ തന്നെ അല്ലെ. തീർച്ചയായും. ഷാജഹാന്റെ കമ്പനി കാസിലോ ടൂർസ് ടൂർ ചെയ്യുമ്പോൾ സാധാരണ കമ്പനികൾ ചെയ്യുന്നത് പോലെ ഇന്ന സ്ഥലത്ത് ഇന്ന എത്ര മണിക്ക് പോകുന്നു, ഇന്ന സ്ഥലത്ത് ഇത്ര മണി, അങ്ങനത്തെ ചെയ്യാറില്ല. നമ്മൾ കസ്റ്റമേഴ്സിന്റെ ആഗ്രഹങ്ങൾ എന്താ, ഇൻട്രസ്റ്റ് എന്താന്നുള്ളത് നമ്മൾ ഓഫീസിൽ വിളിച്ച് സംസാരിച്ച് അതിൽ നിന്ന് നമ്മളാണ് ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഫൈനൽ ഐറ്റിനറി നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. എന്ന് വെച്ചാൽ ഞാനിപ്പോ ചൈനയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ പറയല്ല എവിടെ പോകണം, ഒരിക്കലും പറയാറ്. എന്റെ ആഗ്രഹം കൂടി കണക്കിലെടുത്തിട്ട് നിങ്ങളൊരു ട്രാവൽ കോൺസിയർജ് പോലെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ചെയ്യാറ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ലക്സറി സാനിറ്ററി വെയറിന്റെ ഷോപ്പ് അതിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടത്? അതായത് ഞാൻ ശരിക്കും ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിലാണ് നമ്മൾ നന്നായിട്ട് പോകുന്നത്. അതുകൂടാതെയാണ് ഇപ്പൊ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി തുടങ്ങിയിട്ടുള്ളത്. അതിലോട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽസുമായി ബന്ധപ്പെട്ട് കുറെ യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. അതെ. അത് ചെറുപ്പം മുതലേ ഉള്ള അതിന്റെ ബാക്കിൽ ഒരു വലിയൊരു സ്റ്റോറി ഉണ്ട്. അതായത് വളരെ വർഷങ്ങൾക്ക് മുന്നേ, അത് ചെറുപ്പത്തിൽ ഒരു അമ്പലപ്പറമ്പിൽ കാണുന്ന ഒരു പോസ്റ്ററാണ് ഈ ട്രാവലിംഗ് എന്നുള്ളത് എന്റെ മനസ്സിൽ ആഗ്രഹം തുടങ്ങുന്നത്. ഏത് പോസ്റ്റർ? അതാണ് ശരിക്കും നെതർലാൻഡ്സ്, അതായത് ആംസ്റ്റർഡാമിലെ ക്യൂങ്കനോഫ് എന്ന് പറഞ്ഞ ഒരു ടുലിപ്പ് ഗാർഡൻ ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഫോട്ടോ എന്റെ വീട്ടിലെ ചുമരിൽ വെക്കുന്നു. പക്ഷെ അന്നൊന്നും അങ്ങനെ ഒരു സ്ഥലം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല. വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ വന്നിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് അറിയുന്നതും. എന്റെ ഫാമിലി ആയിട്ട് എനിക്കൊന്ന് 2012 അതോ 13 ഞാൻ എന്റെ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. നെതർലാൻഡ്സിൽ അങ്ങനെ അവിടെ പോയി ചെറിയ പ്രായത്തിൽ അമ്പലപ്പറമ്പിന് മേടിച്ച ആ ഒരു സ്ഥലം കാണാൻ. കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, ഷാജഹാന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യൂറോപ്പ്, ഏഷ്യ അങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതാണ് പിന്നെ ഒരു ബിസിനസ് എന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. ഇവരുടെ കൂടെ ടൂർ ബുക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോഴാണ് ഷാജഹാൻ പറഞ്ഞ വീട്ടിലോട്ട് വന്നോളൂ, എന്റെ വീട്ടിൽ വന്നെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടോളൂ. അപ്പൊ ഇത് ഷാജഹാന്റെ ബെഡ്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ ബെഡ്റൂം ഞാൻ ഇതിനേക്കാളും ലക്ഷൂറിയസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂംസും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി കോസി. ഇതിന്റെ ഹൈറ്റ് പ്രോപ്പർ ആണ്. ചിലയിടത്ത് ഹൈറ്റ് ഭയങ്കര കുറവായിരിക്കും, ചിലയിടത്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് എത്രയാണ്? 10.5 11 കളർ സ്റ്റോൺ. ഇതൊക്കെ ഞാൻ മുൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നതാണ്. നമ്മൾ മാർക്കറ്റൊക്കെ തമ്മിലുള്ള ഡിസ്കഷൻ. ഒരിക്കലും അവര് നമ്മളെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ അത് ഉപയോഗിക്കണം, ഇത് ഉപയോഗിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാർഡ്രോബ്സ് ആണുള്ളത്. ഇവിടെ എല്ലാം കൺസീൽഡ് വാർഡ്രോബ്സ് കാര്യങ്ങൾ ചെയ്ത് വളരെ ഇന്റിമേറ്റ്, കോസി ആൻഡ് ഇന്റിമേറ്റ് റൂം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ റൂം വലുതാവും തോറും അതിൽ ധാരാളം സംഗതികൾ ഉണ്ടാവും. നമ്മൾ കയറി വരുമ്പോ തന്നെ കുറെ വാർഡ്രോബ് കാണാം അവിടെ ഇവിടെ. അങ്ങനെ ഇതിലൊന്നുമില്ല, ഈ ബെഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ വാർഡ്രോബ് കാര്യം. ഇവിടെ ടോയ്ലറ്റ്,
ദെൻ ഇവിടെയാണ് ഉമ്മയുടെ ബെഡ്റൂം. അതെ 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 പേരൻസിന്റെ ബെഡ്റൂം അവിടെയാണ്. വാപ്പനെ കണ്ടില്ലല്ലോ. ഉപ്പ ഒരു വർഷം മുന്നേ മരണപ്പെട്ടു. ഉമ്മ ഉണ്ട്, പെങ്ങളുണ്ട് ഇവിടെ, പിന്നെ കസിൻസ് ഉണ്ട്. ഉമ്മയുടെ ബെഡ്റൂം കാണിക്കാം. ഉമ്മ ചെറിയൊരു പണിയിലാണ്, അത് കഴിഞ്ഞ ഒരു മുമ്പേയും കൂടി വന്നിട്ട് കാണിച്ചു തരാം. നമുക്ക് മുകളിൽ എന്താണെന്ന് നോക്കാം. നല്ല സോളിഡ് വുഡ് അല്ലെ? അതെ, വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. ആഹാ, നല്ല സമാധാനമായിട്ട് എടുക്കാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഹയാറ്റ് അല്ലെങ്കിൽ നോവോട്ടൽ ഐബിസ്, തുക്കട നോവോട്ടൽ ഐബിസ് എല്ലാം നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നോവോട്ടൽ ഐബിസ്, അതിന്റെ ഒക്കെ ഒരു ഫീലിംഗ് വന്നായിരുന്നു മുന്നിൽ കയറിയപ്പോ. ഇവിടെ 3 ബെഡ്റൂം ഉണ്ട് അല്ലേ? അതെ 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 അതെ. ഓ, അപ്പൊ 5 ബെഡ്റൂം ഉള്ള. എത്രയാണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ്? ഇതിപ്പോ 3800. അത്രയുണ്ട്. പുറത്തുനിന്ന് കണ്ട തോന്നുന്നില്ല. ഇവിടെ പിള്ളേരുടെ ബെഡ്റൂംസ് ആയി. അതെ അതെ അതെ, 3 ബെഡ്റൂംസ് പിള്ളേരുടെ. ഇവിടെ പണികൾ, കുറച്ച് പണികൾ, എസിയുടെ ക്ലീനിങ് നടക്കുന്നതാണ്. ഈ വീട് കണ്ടിട്ടേ കസിൻസും അങ്ങനെ എല്ലാരും ഒത്തുകൂടുന്ന ഒരു വീടിന്റെ ഒരു ലുക്ക് ഉണ്ട്. ശരിയാണോ? തീർച്ചയായിട്ടും. എല്ലാരും ഞങ്ങള് നാട്ടിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ എല്ലാരും വരാറുണ്ട്. നിങ്ങളാണ് ഇതിന്റെ എല്ലാം ഒരു സെൻട്രൽ മാഗ്നറ്റ്. അതെ അതെ, അങ്ങനെ പറയാ. എത്ര ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാ? എനിക്ക് ശരിക്കും ഒരു ബ്രദറും ഒരു സിസ്റ്ററും, പക്ഷെ ഒരുപാട് കസിൻസും ഒരുപാട് കസിൻ സിസ്റ്റേഴ്സും ഉണ്ട്. അത് ഈ പുന്നയൂർക്കുളം ഭാഗത്തെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഞാന് വളരെ അൺസ്പോയിൽഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുള്ളത് വയനാടും പുന്നയൂർക്കുളത്തുമാണ്. എനിക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ഏരിയ. മലബാർ ഏരിയ ഡെഫിനറ്റ്ലി ഐ മീൻ മലബാർ കാ മുഹബത്ത് ഞാൻ മിക്ക വീടുകളിലും പറയുന്ന സംഗതിയാണ്. സുഡാനി ഫ്രം നൈജീരിയ ആണ് ഇവിടെ ഒരു റൂം ഉണ്ട്, അതൊരു ചെറിയ സ്റ്റഡി അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് അല്ലേ. പുറത്തൊരു ഓപ്പൺ ഏരിയ ഉണ്ട് അല്ലേ? ഓപ്പൺ ഏരിയ ആണ്. പിന്നെ നമ്മൾ ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലം. അതുപോലെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ബാൽക്കണി ഉണ്ട്, അത് കണ്ടിട്ടില്ല. ബാൽക്കണിക്ക് മുമ്പായിട്ട് ഇവിടെ ബ്യൂട്ടിഫുൾ വേറെ സാധനങ്ങളുണ്ട്. മാങ്ങ പൊട്ടിക്കാനൊക്കെ വളരെ ഈസിയാണ്. അത് ലൈവായിട്ട് പൊട്ടിച്ച് കഴിക്കുക. നമ്മൾ തന്നെയാണ് മാവ് പൊട്ടിച്ച് കഴിച്ചത്. പഴുത്ത് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇവിടെ നിന്നിട്ട് തന്നെയാണ് പൊട്ടിക്കാറ്. സുഖമാണ്. ഞാൻ അത് മോൾ കൊടുക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും പച്ചമാകട ആശാത്തിയുണ്ട്. പൊട്ടിച്ചോളൂ, എത്ര വേണേലും പൊട്ടിച്ചോളൂ, അതൊന്നും ഒരു കുഴപ്പമില്ല. എത്ര വേണമെങ്കിലും പൊട്ടിക്കാം. എന്റെ വക ഞാനൊന്ന് പൊട്ടിച്ചത്. 4 മാങ്ങ. ഇവിടെ ബാൽക്കണി, ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ എന്ന് കഴിഞ്ഞാല് നമ്മളുടെ ഗ്രാമപ്രദേശം കണ്ട. ഈ പുന്നയൂർക്കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തോ ഒരു പ്രത്യേകത, ഐ ഡോണ്ട് നോ. അത് മേ ബി മാധവിക്കുട്ടിയുടെ കഥകളിൽ വായിച്ച് കാലങ്ങളോളം നമ്മൾ വായിച്ചിട്ട് നമ്മളെ മനസ്സിലുള്ള കുറച്ച് ഇമേജസ്, അത് നേരിൽ കാണുമ്പോൾ ഒരു ഇതാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും മാവുകളാണ്. ഞാൻ പണ്ട് കാലത്ത് വരുമ്പോൾ ഇവിടെ ഒരിടത്തും മതിലും ഉണ്ടാവില്ല, കയ്യാലകളും മുള്ളുവേലുകളൊക്കെ. അതെ, തീർച്ചയായും അങ്ങനെ തന്നെ ആയിരുന്നു എന്റെ ചെറുപ്പകാലത്തൊക്കെ. പുന്നൂറുകൾ ഒരുപാട് മാറിപ്പോയി, പക്ഷെ എന്നാലും ആ ഒരു ആളുകൾ എപ്പോഴും പഴയ പോലെ സ്നേഹബന്ധങ്ങളും. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചൈനയിൽ പോകുമ്പോഴാണ് അതിന് വേണ്ടിയിട്ട് ഷാജാനെ വിളിക്കുന്നത്. ഷാജാന്റെ കമ്പനിയാണ് കാസിലോ ടൂർസ്. അവർ ദുബായ് ബേസ്ഡ് ആണ്. ഷാജാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. 800 ദിർഹത്തിന് ഞങ്ങൾ അർമേനിയയിലും ഇന്തോനേഷ്യയിലും കൊണ്ടുപോകുന്നില്ല. കാരണം 800 ദിർഹത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ എയർപോർട്ടേ കാണാൻ പറ്റും. നമ്മൾ അങ്ങനെ പൈസ നോക്കി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വി നെവർ എൻജോയ് അവർ ട്രിപ്പ്. മനസ്സിലായില്ല? നമ്മൾ റിലാക്സ് ചെയ്ത് നല്ല ഫുഡ് കഴിച്ച് നല്ല ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് നമ്മൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ടൂറുകളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? ഏതൊക്കെ കൺട്രീസ് ആണ് നിങ്ങൾ കവർ ചെയ്യുന്നത്? ഞങ്ങള് പറഞ്ഞ പോലെ ചൈന, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മൗറീഷ്യസ്, അതുപോലെ യൂറോപ്പിന്റെ എല്ലാ ഏരിയകളും, USA, UK എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. 4 സ്റ്റാർ 5 സ്റ്റാർ സ്റ്റേ, അങ്ങനത്തെ ഫുഡ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡുകള്, ഓൺ ടൈം ടൂറുകള്, അങ്ങനെയുള്ള സംഗതികൾ. ദുബായ് ബേസ്ഡ് ആണ് കമ്പനി. ദുബായ് ബേസ്ഡ് ആണ് നമ്മളെ സ്ഥലം. നമ്മള് കസ്റ്റമേഴ്സ് GCC ദുബായ് എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറയാറുണ്ട് നാട്ടിൽ ലീവിന് വരുമ്പോ അവിടുന്ന് ഫാമിലി ആയിട്ട് പോകണം എന്ന് പറഞ്ഞ് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ജോലിയുടെ ഭാഗമായിട്ട് ധാരാളം ട്രാവൽ ചെയ്ത് ആ പാഷനെ ബിസിനസ് ആക്കി മാറ്റുക. അപ്പൊ അതിനോട് കൂടുതൽ ഡെഡിക്കേഷൻ ചെയ്യുക, നല്ല സർവീസ് മാത്രം കൊടുക്കുക, അങ്ങനെയുള്ള ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവരുമായിട്ടുള്ള ഒരു ടൈപ്പിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. ദെൻ ഈ വീഡിയോ കാണുന്നവർക്ക്, വീട് കണ്ടിഷ്ടായെന്ന് വിചാരിക്കുന്നു, വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ കാസിലോ ടൂൾസ് വഴി ബുക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാഫ് നിങ്ങളെ ബന്ധപ്പെടും. നിങ്ങളെ നമ്മൾ ഓഫീസിലേക്ക് വിളിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മളുടെ സജഷൻസ് എല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു ഫൈനൽ ഐറ്റിനറി എപ്പോഴും പ്രിപ്പയർ ചെയ്യാറ് അല്ലേ? അതെ. കഴിഞ്ഞ വീഡിയോയിൽ ഷാജാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ കൊടുക്കുന്ന പൈസയുടെ ഗ്യാരണ്ടി വെച്ച് പറഞ്ഞു UAE എന്ന് പറയുന്ന രാജ്യമാണ് ഗ്യാരണ്ടി. അപ്പൊ മിക്കവാറും ഞാൻ ദുബായിൽ നിന്നായിരിക്കും ചൈനയ്ക്ക് പോവുക. മനയാണ് ആദ്യം കാണിക്കേണ്ടിയിരുന്നത് വീഡിയോയിൽ. നമ്മുടെ പേരെന്താ? നബീസു. എത്ര മക്കളാ? 3 മോനെ കുറിച്ചിട്ട് എന്താണ് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ മനസ്സിൽ വരുന്ന കാര്യം, ആദ്യം വരുന്ന കാര്യം? സന്തോഷം. ഇതാണ് ഉമ്മയുടെ റൂം. കാണിച്ചു തരാം. നല്ല കളർ തീം ഇവിടെ, മറ്റേ റൂം പോലൊക്കെ തന്നെ ഏകദേശം.
ബാക്കിലോട്ട് വരുമ്പോ ഇവിടെ കിച്ചൺ ഉണ്ട്, ഒരു ചെറിയ കിച്ചൺ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ പുറത്ത് ഒരു ഔട്ട്ഡോർ കിച്ചൺ ഉണ്ട്, എന്നാലും അകത്തൊരു ചെറിയ കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഔട്ട്ഡോർ കിച്ചൺ. ഓ, പണ്ടത്തെ കിച്ചൺ ആണ് അത്. അതെ അതെ. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആഹാ, നല്ല ചിക്കന്റെ മണമുണ്ടല്ലോ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഉമ്മയുടെ സ്പെഷ്യലാണ് ഞാൻ നാട്ടിൽ വരുമ്പോ. ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഉമ്മക്ക് എപ്പോഴും എല്ലാം വളരെ ക്ലീൻ നീറ്റ് ആയി എടുക്കണം. വീടാണെങ്കിലും പറമ്പാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ വളരെ നീറ്റ് ആയിട്ട്. അത് നമ്മളെ നാട്ടുകാരും പറയും. വീഡിയോ എടുത്തെടുത്ത് അവസാനം കോട്ടയാടിൽ. അതെ അതെ, ടയേർഡായി കോട്ടയാടിൽ കയറിയിരുന്നു. വീഡിയോ കാണുന്നവരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മളുടെ സർവീസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറെ കയ്യിൽ നിന്ന് തന്നെ കേട്ടല്ലോ. ഇനി നമ്മളുടെ കമ്പനിനെ വിളിക്കുക, നമ്മുടെ സ്റ്റാഫിന്റെ അടുത്ത് സംസാരിക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എൻജോയ് ചെയ്യാതെ തിരിച്ചു പോരത്തില്ല. ഞാൻ എന്തായാലും പോകുന്നുണ്ട് ഇവരുടെ കൂടെ. ഓക്കെ. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഞാൻ വന്ന് നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതാണ്. നിങ്ങൾ ട്രാവലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ദുബായിൽ ഒരു ഓഫീസിൽ പോവുക, ഷാജഹാനുമായിട്ട് സംസാരിക്കുക. അങ്ങനെ കംപ്ലീറ്റ് റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇവരൊരു ട്രാവൽ കമ്പനി, ട്രാവൽ കോൺസിയർ ആ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നവരാണ്. നിങ്ങൾ കൂടി എൻഷുർ ചെയ്തിട്ട് ഹാപ്പി ട്രാവലിംഗ് അല്ലേ? അതെ അതെ അതെ. ഒരു കാര്യം, ഷാജഹാൻ ചെയ്യുന്നത് പൈസ വസൂൽ ടൂർ അല്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചത്. നമ്മൾ ഫോക്കസ് ചെയ്യണത് തിരിച്ചു വന്ന അവരൊരു 4 ആളുടെ അടുത്ത് പറയണം, ഞങ്ങൾ കാസിലോ ടൂറിസ്റ്റ് വഴി ട്രാവൽ ചെയ്തു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളത്. ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്റെ എല്ലാ ബിസിനസ്സിലും ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് 17 years ആയിട്ട്. അത് തന്നെയാണ് നമ്മളുടെ ഒരു വിജയ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഗുഡ് ലക്ക്. താങ്ക് യു. ഒരു വമ്പൻ വിജയമായി മാറും. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വിസിറ്റിംഗ്.